ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന നല്ലൊരു മരുന്ന് ചോറാണ്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ഈ മരുന്ന് ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് ശതകുപ്പ എന്നും പറയും, ചതകുപ്പ എന്നും പറയും. ഇതുപോലെ ഏകദേശം ജീരകത്തിൻ്റെ ഒരു സൈസിലാണ് ഇത് ഇരിക്കുന്നത്. എല്ലാ വൈദ്യശാലയിലും നമുക്കിത് കിട്ടും. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ഈ ശതകുപ്പ എന്ന് പറയുന്നത്. ശരീരവേദന ഉള്ളവർക്കും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നവർക്ക്, ജലദോഷം വരുന്നവർക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ശതകുപ്പ. അതുപോലെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ശതകുപ്പ. പീരിയഡ്സ് ഒന്നും കറക്റ്റ് അല്ലാത്തവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇത് വെച്ചിട്ട് നമ്മൾ മരുന്ന് ചോറ് വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പീരിയഡ്സ് ഒക്കെ വരും. അതുപോലെ തന്നെ ഈ ഡെലിവറി കഴിഞ്ഞവർക്കും ശതകുപ്പ വെച്ചിട്ട് മരുന്ന് ചോറ് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ശതകുപ്പയുടെ കുറച്ച് ഗുണങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം നിങ്ങൾ. അതെനിക്ക് ഉപകാരപ്പെടും, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അത് ഗുണം ചെയ്യും. എന്നാൽ ശരി, നമുക്കിനി മരുന്ന് ചോറ് തയ്യാറാക്കി തുടങ്ങാം. ഇതുപോലൊരു ഗ്ലാസ് നിറയെയാണ് ഞാനിപ്പോൾ ശതകുപ്പ എടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് 25 ഗ്രാം ശതകുപ്പയാണ്. 25 ഗ്രാം ശതകുപ്പയ്ക്ക് അതിൻ്റെ നേർപകുതി കസ്കസ് കൂടി എടുത്തിട്ടുണ്ട്. ഈ 2 ചേരുവകളുമാണ് നമ്മുടെ മരുന്ന് ചോറ് വെക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഈ ശതകുപ്പയും കസ്കസും നല്ലതുപോലെ കഴുകിയെടുക്കണം. കാരണം ഇതിൽ ചെറിയ പൊടിയൊക്കെ ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴുകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അത്രയും സമയം കൊണ്ടിട്ട് ഇത് നല്ലതുപോലെ കുതിർന്നിട്ട് വരും. എന്നിട്ട് നമ്മളിത് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. നമ്മുടെ ഈ മരുന്ന് ചോറ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 300 ഗ്രാം അരി എടുത്തിട്ടുണ്ട്. ഈ 300 ഗ്രാം അരിക്കുള്ള അളവാണ് നേരത്തെ നമ്മൾ എടുത്തത് 25 ഗ്രാം ശതകുപ്പ. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ അരി ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ശതകുപ്പയുടെ അളവും കൂട്ടണം. ഇപ്പോൾ ഈ ഒരു അരി തന്നെ വേണം എന്നില്ല. നമ്മൾ ഏത് അരിയിലാണോ നമ്മൾ ചോറ് വെക്കുന്നത് ആ അരി തന്നെ മതിയാവും. ബിരിയാണി അരി അങ്ങനെ അതൊന്നും എടുക്കരുത്. ഇതുപോലെ നമ്മൾ ചോറ് വെക്കുന്ന അരി മാത്രമേ എടുക്കാവൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ 300 ഗ്രാം അരി എടുക്കുന്നത് അത് ഏതെങ്കിലും ഒരു ബൗൾ നിറയെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ആ ബൗളിൽ 4 ബൗൾ തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ മരുന്ന് ചോറ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു അളവാണ് നമുക്ക് പിന്നീടുള്ളത്. അതിൻ്റെ പേരിൽ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഈ ചോറ് തയ്യാറാക്കുന്നത് കുക്കറിലാണ്. കാരണം ഈ മരുന്ന് ചോറ് ഒരല്പം കൂടുതലായിട്ട് വെന്തിട്ട് വരണം. അതിൻ്റെ പേരിലാണ് കുക്കറിൽ ഇപ്പോൾ ഞാൻ വെക്കുന്നത്. നമ്മളിതിലിപ്പോൾ പ്രത്യേകിച്ച് എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല, അങ്ങനെയാണ് വെക്കേണ്ടത് ഇത്. അപ്പോൾ കുക്കർ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 2 പീസ് കറുവാപ്പട്ട, 4 ഗ്രാമ്പു, 5 ഏലക്ക, ഇത്രയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 8 ചെറിയ ഉള്ളി ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയുടെ കളർ ഇപ്പോൾ ലൈറ്റായിട്ട് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ ബൗളിലാണ് നമ്മൾ അരി അളന്നത്. അതേ ബൗളിൽ തന്നെ 4 ബൗൾ തേങ്ങാപ്പാലാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ അളവ് വന്നിട്ട് ഒരു വലിയ തേങ്ങയിൽ പകുതി മുറി തേങ്ങയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേങ്ങയും വേണം നമുക്ക് ഈ 4 ബൗൾ തേങ്ങാപ്പാൽ തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്ക് ഇത്രയും തേങ്ങാപ്പാലിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരണം. നമ്മുടെ ഈ മരുന്ന് ചോറ് തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം മതിയാവും. തേങ്ങാപ്പാൽ ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ട് വരണുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ഞാനിപ്പോൾ നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഈ സമയത്ത് നമ്മൾ കുക്കറിൻ്റെ അടപ്പിടുക അങ്ങനെ ഒന്നും വേണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു രീതിയിലാണ് തേങ്ങാപ്പാൽ വറ്റിയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് വറ്റിയിട്ട് വന്നിട്ടുണ്ട്.
അരിയെല്ലാം പകുതിയോളം വെന്തിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ശതകുപ്പയും കസ്കസും ഞാൻ നല്ലതുപോലെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ ഈ മരുന്ന് ചോറ് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. 2 ദിവസം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും നമ്മൾ ഈ മരുന്ന് ചോറ് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് ഇത് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ച് വെക്കാം. ഇതേ സെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒരു 3 വിസിൽ വരുന്നത് വരെ നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മുടെ ചോറെല്ലാം കറക്റ്റായിട്ട് വെന്തിട്ട് വരും. കുറച്ചധികം വെന്തിട്ടാണ് ഇത് വരുന്നത്. എന്നാൽ ശരി, ഇതിലൊരു 3 വിസിൽ വരട്ടെ. ഇതിപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ആ 3 വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഇതിനുള്ളിലെ ആവിയെല്ലാം പുറത്ത് പോകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം വേണം നമ്മളിത് തുറക്കാനായിട്ട്. ഇപ്പോൾ അതിൻ്റെ ആവിയെല്ലാം പുറത്ത് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മൾ തുറന്ന് നോക്കുന്ന ടൈമിൽ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മരുന്ന് ചോറ് വന്നിട്ട് നമുക്ക് പരിപ്പ് കറി ഒഴിച്ച് കഴിക്കാം. അതുപോലെ തന്നെ നല്ല വറുത്തരച്ച മീൻകറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് കഴിക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മരുന്ന് ചോറ് നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മരുന്ന് ചോറാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.